അധ്യാത്മ രാമായണം, അയോധ്യാകാന്ഡം, ഭരതാനയനം. ദശരഥ വിയോഗമറിഞ്ഞ് വസിഷ്ഠമുനി എത്തി. എണ്ണത്തോണിയിലേക്ക് രാജാവിൻ്റെ ദേഹം മാറ്റുവാനും മാതുല രാജ്യത്തിലുള്ള ഭരത ശത്രുഘ്നന്മാരെ ഉടനെ വരുത്തുവാനും നിർദ്ദേശിച്ചു. ദൂതർ കേകയ രാജ്യമെത്തി. ഭരത ശത്രുഘ്നന്മാർ സന്ദേഹവും കലുഷവുമായ മനസ്സോടെ അമ്മയായ കൈകേയിയുടെ മുന്നിൽ എത്തി. അമ്മയുടെ സ്നേഹലാളനയ്ക്കിടയിൽ ഭരതൻ താതനെ അന്വേഷിക്കുന്നു. പിതാവിൻ്റെ മരണമറിഞ്ഞു. അതിലൊരു ദുഃഖവുമില്ലാത്ത മാതാവിൻ്റെ ഭാവരീതികളിൽ പരിഭ്രമിച്ച് ഭരതൻ അതീവ ദുഃഖത്തോടെ വിലാപം തുടങ്ങി. മാതാവ് സ്വാർത്ഥമായ നിലപാടുകളാൽ മകനെ ആശ്വസിപ്പിക്കുന്നു. രാമാദികളുടെ വനയാത്രയും തനിക്ക് വരലഭ്യതയും കൂസലില്ലാതെ കൈകേയി അറിയിച്ചപ്പോൾ ക്രുദ്ധനായി നിലംപതിച്ച ഭരതൻ സ്വയം മറന്ന് മാതാവിനെ ദുർവചനങ്ങൾ കൊണ്ട് പുലഭ്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ നരക ജീവിതത്തേക്കാൾ ഭേദം മരണമെന്ന് പറഞ്ഞ് ദുഃഖത്തോടെ കൗസല്യയുടെ ഗേഹത്തിലെത്തി. ദുഃഖിച്ചു രാജനാരീജനവും ഉനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമമന്തപുരമകം ഉക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കു ധരാപാലകൻ തന്നുടൽ കേടു വന്നിടായ്വാൻ എന്ന് അരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ച് ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യം അകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതീ വിദ്രുതം ചെന്നു ചൊൽകന്നയച്ചിടിനാൻ. സത്വരം കേകേയ രാജ്യം അകമ്പുക്കു നത്വായുധാജിത്തിനോട് ചൊല്ലിയിടിനാൻ. കേൾക്ക നൃപേന്ദ്ര, വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്ക എന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാൻ. കാലെ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങോരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടയോധ്യാപുരി പുക്ക് സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്മാദവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യം എന്തിതം. തേജോവിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷണവർജിതം. അത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുദ്ധായ ഗാഢമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കെ മുകർന്നാശു ചോദിച്ചിതു.
ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃ ഭ്രാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഭേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസ്യേ ഞാൻ, താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറക എന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം, നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ തൊൽപിതാവ് എന്നു കേട്ടൊരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വലന ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താതാ, ദുഃഖസമുദ്രേ നിമജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനീതേ. ഞങ്ങൾക്കും ആരുടയോരിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിപ്പിച്ചിടുക. ദുഃഖേന കിംഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിയ നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ, തവ ലഭ്യം എല്ലാമേ ലഭിച്ചതറിയ നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദ പരവശചേതസാ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമ്മ, താതൻ മരിക്കുന്ന നേരത്ത് മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ, ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതൻ എന്നതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകം ആരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്ത് ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോട് അതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർദ്ദിച്ചേൻ. സത്യപാരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമനേ. കാനനവാസത്തിനയച്ചിടിനാൻ ജാനകീദേവി പാതിവൃത്യമാലംബ്യ. ഭർത്തൃസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. താതൻ അവരെ നനച്ചു വിലപിച്ചു. ഖേദേന രാമ രാമേതി ദേവാലയം പുക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു
ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം? രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്ന് കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്നാദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ, നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരീ, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാഭാബി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വഗ്നിയിൽ വീണു മരിപ്പനല്ലായികിലോ, കാളകൂടം കുടിച്ചിടുവാനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലോരു സംശയം. ദുഷ്ടേ ഭയങ്കരീ, ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഫർസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം ബുക്കാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.